ഇന്ന് നമ്മൾ എക്കോ ഷോപ്പും ട്രൈബൽ ഹെറിറ്റേജും അതേപോലെ ട്രീ ഹട്ടും ആണ് കേട്ടോ കാണാൻ പോണത്. എക്കോ ഷോപ്പിൽ അവർ തന്നെ ആ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് തന്നെ കൈകൊണ്ടൊക്കെ ഉണ്ടാക്കിയ കുറേ സാധനങ്ങളാണ് കേട്ടോ. കൂടുതലും മുളയോണ്ടൊക്കെ ഉള്ളതും പിന്നെ ചട്ടികൾ, ചകിരി കൊണ്ടുള്ള ചട്ടികൾ, പാത്രങ്ങൾ, നമ്മൾ ചായ ഉണ്ടാക്കുന്നതും അങ്ങനെ എല്ലാ കൊട്ടകൾ, പിന്നെ ലൈറ്റൊക്കെ ഇടുന്ന ആ കൊട്ട കൊണ്ടുള്ള മുള കൊണ്ടുള്ള കൊട്ടകൾ, അങ്ങനെ കുറേ നല്ല നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫ്രഷായിട്ട് ഹോട്ട് വാട്ടർ ഒഴിക്കാം. ഇതിലിരുന്ന് ചൂട് പോവില്ല. ചൂട് പോവില്ല? എത്ര നേരം ഇരിക്കും? ഇതൊരു മണിക്കൂറോളം ഇരിക്കും. Hot water we can put inside. Yes. Bamboo. ഇതിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാലേ ചൂട് മാറില്ല. ചൂട് മാറില്ല അല്ലേ? ഇതിലൊക്കെ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരെണ്ണം നാളെ വാങ്ങണം. പപ്പടം കുത്തണത്. എടാ നീ ആ റെയിനുള്ളതൊന്നും എടുത്തൊന്നെടാ, ഒന്ന് ചെയ്തടാ. ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഒരു മഴയുടെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ. ആർട്ടിഫിഷ്യൽ അതൊക്കെ ചെയ്യണമെന്നാ പറയണേ. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അതിനോട് ചേർന്നുള്ളത് തന്നെയാണ് ട്രൈബൽ ഹെറിറ്റേജ്. അതൊരു ജസ്റ്റ് ട്രൈബൽ മ്യൂസിയം പോലെയാണ്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് കാണാം. അവർ ഉപയോഗിച്ചിരുന്ന മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അതേപോലെ തന്നെ വീടുകളിൽ നമ്മൾ നിത്യോപകരണമായിട്ട് ഉപയോഗിച്ചിരുന്ന മുറം, കൊട്ട, ചൂല്, പിന്നെ ഇടിക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തെയൊക്കെ സാധനങ്ങളുടെയൊക്കെ ഒരു ശേഖരണമാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അവർ ചെയ്തിരുന്ന ഉപജീവന മാർഗങ്ങളൊക്കെയാണ് കാണിക്കണേ. തേൻ ശേഖരിച്ചതും ഒക്കെ കേട്ടോ. നാല് ആദിവാസി വിഭാഗക്കാരായ മുതുവൻ, മനസർ, കാടർ, മലമലസർ എന്നീ 4 വിഭാഗക്കാരുടെ ഫുൾ ഹിസ്റ്ററിയാണ് കേട്ടോ നമുക്കവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, ജസ്റ്റ് കണ്ട് നമുക്ക് വേഗം ട്രീ ഹട്ടിൻ്റെ അവിടേക്ക് പോകാം. ഇവരാണ് പാറ മങ്കന്റെ ഉള്ളില്. Is the rock is the ground. House is in the... They lives in caves. ഇതാ നമ്മള് ട്രീ ഹട്ടിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. 2 ഇതില് ട്രീ ഹട്ട്, ഒരു പുതിയതായിട്ട് ഇപ്പൊ പണിത ഒരു ട്രീ ഹട്ടാണ് ഇപ്പൊ നമ്മൾ കേറാൻ പോണത്.
രണ്ടെണ്ണമാണ്. ഇങ്ങനെ ട്രീ ഹട്ടൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാം. ട്രീ ഹട്ടിൻ്റെ അമ്മ വെള്ളം എടുക്കണം. We can stay here. Nice. भाई खतरनाक व्यू है. മേഡം നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങണേ. ഇത് വേറൊരു ട്രീ ഹട്ടാണ്. ഓ നൈസ്. ഇനി നമ്മൾ ആ പച്ചമുള കൊണ്ടുള്ള ആ ട്രീ ഹട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. പെയിൻറ് ചെയ്തതാണെന്ന് തോന്നുന്നു. റൂമിൻ്റെ ഉള്ളിൽ ഒന്ന് കണ്ടോട്ടെ. മുൻപ് വന്ന ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട് കേട്ടോ. അത് ബാത്റൂമേ. 2 ബെഡൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ചേർത്തിടാം, അല്ലാച്ച സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല രസമുണ്ടല്ലേ കാണാൻ. ബാത്റൂമിൽ ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഇതുകളൊക്കെ കിട്ടും. കുഴപ്പമില്ല. ഒരു പീസ് ആൻഡ് പ്രൈവസി ഒക്കെ ആഗ്രഹിച്ച് വരുന്നവർക്ക് പറ്റിയ ഒരു ആംബിയൻസ് ആണ്. എന്തൊക്കെയാണെങ്കിലും ഉള്ളിനേക്കാളൊക്കെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. പുറത്തെ വ്യൂ ഒരു രക്ഷയില്ല. നമ്മൾ ഇരുന്ന് കണ്ടുപോകും. ട്രീ ഹൗസിൽ ട്രീ ഉണ്ട്. ട്രീയും ഉണ്ടല്ലേ അടി കൂടെ. ട്രീ ഹൗസിൽ ട്രീ ഉണ്ട്. ബാബാ ഇതേ അടുത്തൊരു ട്രീ ഉണ്ട്. ട്രീ ഹൗസിൽ ട്രീ. നല്ലതാ. നടക്ക്, വേഗം നടക്ക്. ഇതിന്റെ റേറ്റ് എങ്ങനെയാ? ഇതിന്റെ റേറ്റ് 6,900 രൂപ. 6,900. ഇപ്പൊ ഇതിനാണെങ്കിലോ? അതിന് അറിഞ്ഞിട്ടില്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഓക്കെ, ഇതിന്റെ റേറ്റ് ആണ് 6,900. ഓക്കെ, ഇതിന്റെ അറിഞ്ഞിട്ടില്ല അതുവരെ. അടുത്ത മാസം കഴിക്കുന്നത് എലിഫന്റ് കഴിക്കും. അത് അറിയോ, ഈ മുളയരി കഴിക്കാനാണ് ആനകൾ കൂടുതലായിട്ടും കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം. എന്നിട്ട് മുളയരി നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തന്നിരുന്നു. അതാണ് കേട്ടോ പല്ലവിക്കുട്ടി പറഞ്ഞത്. അടുത്ത പ്രാവശ്യം വീട്ടിക്കുന്ന് ഐലൻഡ് ബുക്ക് ചെയ്തിട്ട് വരണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ പറമ്പിക്കുളം ടൈഗർ റിസർവിനോട് വിട പറയുകയാണ്. ശ്രീ പ്രണാം വ്ളോഗ്സിൻ്റെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഇതേപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടും രസകരമായിട്ടുള്ള വീഡിയോസിനായി ശ്രീ പ്രണാം വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.